നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് സൗദി അറേബ്യ. ഇതെല്ലാം പാലിക്കാൻ അവിടുത്തെ ജനങ്ങൾ മാത്രമല്ല, താമസക്കാരായ പ്രവാസികളും ബാധ്യസ്ഥരാണ്. അതിനാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിഴയടച്ച് കീശ കീറുമെന്ന കാര്യം ഉറപ്പാണ്. ഇനി മുതൽ ബാൽക്കണികളിൽ വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നവരും ശ്രദ്ധിക്കണം. പിഴ ഈടാക്കും. ബാൽക്കണികൾ ദുരുപയോഗം ചെയ്താൽ കെട്ടിട ഉടമയ്ക്ക് 200 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ഈടാക്കുമെന്ന് സൗദി മുനിസിപ്പൽ റൂറൽ അഫയേഴ്സ് ഹൗസിംഗ് മന്ത്രാലയം അറിയിച്ചു. വസ്ത്രങ്ങൾ മാത്രമല്ല, കെട്ടിടത്തിന്റെ പരിധിക്ക് പുറത്ത് കുടകളോ ഹാങ്ങറുകളോ ഒന്നും തന്നെ കാണാൻ പാടില്ലെന്നാണ് നിയമം. മറ്റു പല ഗൾഫ് രാജ്യങ്ങളും ഈ നിയമം നേരത്തെ തന്നെ നടപ്പാക്കി കഴിഞ്ഞു. ബാൽക്കണികൾ വൃത്തിയായി സൂക്ഷിക്കണം. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് മറച്ചു കെട്ടിയിട്ടുണ്ടെങ്കിലും വ്യവസ്ഥയിലധികം ഉയരാൻ പാടില്ല. കെട്ടിടത്തിന്റെ മുകൾ ഭാഗം മെയിൻ റോഡിന്റെ ഭാഗത്തേക്കാണെങ്കിൽ നിശ്ചിത അകലം പാലിക്കണം. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് വിള്ളലുകൾ ഉണ്ടാകാൻ പാടില്ല. കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് ഇലക്ട്രിക് കേബിളുകൾ തൂങ്ങി നിൽക്കാൻ പാടില്ല. സാറ്റലൈറ്റ് ഉപകരണങ്ങൾ ബാൽക്കണികളിലോ കെട്ടിടത്തിന്റെ മുൻഭാഗങ്ങളിലോ സ്ഥാപിക്കരുത്. കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നതും നിയമവിരുദ്ധമാണ് എന്നും മന്ത്രാലയം സൂചിപ്പിച്ചു. നിയമലംഘനങ്ങൾ ഗുരുതരമല്ലാത്തത് എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ആരോഗ്യത്തിനോ സുരക്ഷയ്ക്കോ പൊതുജനാരോഗ്യത്തിനോ ദോഷം വരുന്നവയാണ് ഗുരുതരമായ നിയമലംഘനങ്ങൾ. ലംഘനത്തിന്റെ തരവും ആവർത്തനത്തിന്റെ വ്യാപ്തിയും അനുസരിച്ചാണ് ലംഘനങ്ങൾക്കുള്ള പിഴകൾ കണക്കാക്കുന്നത്. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേക വഴിയൊരുക്കണം. ലൈസൻസ് ഇല്ലാതെ സ്ഥാപനം പ്രവർത്തിച്ചാൽ 10,000 മുതൽ 50,000 റിയാൽ വരെയാണ് പിഴ. ലൈസൻസ് കാണുന്ന വിധത്തിൽ പ്രദർശിപ്പിച്ചില്ലെങ്കിലും QR കോഡ് സ്റ്റിക്കർ വെച്ചില്ലെങ്കിലും പിഴ ലഭിക്കും. ഈ നിയമം നടപ്പാക്കി കഴിഞ്ഞ ഗൾഫ് രാജ്യങ്ങളിൽ ഒമാനുമുണ്ട്. ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാനിട്ടാൽ 5000 റിയാൽ വരെ പിഴ ഈടാക്കുമെന്നാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഉത്തരവിട്ടിരിക്കുന്നത്. 1 ദിവസം മുതൽ 6 മാസം വരെ തടവും ലഭിക്കും. ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുന്നവർ ബാൽക്കണികളിൽ വസ്ത്രം ഉണക്കാനിടുന്നത് വർദ്ധിച്ചതോടെയാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി രംഗത്തെത്തിയത്. മറയുള്ള ബാൽക്കണികളിൽ വസ്ത്രം ഉണക്കാനിടുന്നതിൽ കുഴപ്പമില്ല. ബാൽക്കണികളിൽ വസ്ത്രം ഉണക്കാനിടുന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കാണാത്ത രീതിയിൽ മറച്ചുകൊണ്ടായിരിക്കണമെന്നും നഗരസഭ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ബാൽക്കണികളിൽ വസ്ത്രം ഉണക്കാനിടുന്നത് നഗരത്തിന്റെ ഭംഗിക്ക് കോട്ടം ഉണ്ടാക്കും. വസ്ത്രത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്നത് പൊതുജനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും പ്രയാസം സൃഷ്ടിക്കുമെന്നും മുനിസിപ്പാലിറ്റി പറഞ്ഞു. മരത്തടിയിൽ നിർമ്മിച്ച നെറ്റുകളോ മറ്റോ ഉപയോഗിച്ച് വസ്ത്രം മറയ്ക്കണം. ബാൽക്കണികൾ മറയ്ക്കുന്നതിന് മെറ്റൽ മെഷ് ഉപയോഗിക്കരുത്. മുനിസിപ്പാലിറ്റി പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.